മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിലെ തട്ടുകടകളിൽ പരിശോധന നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണാം. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, എന്താണ് സംഭവിക്കുന്നത്? എത്രത്തോളം വലിയ ഒരു ടീമാണ് ഈ പരിശോധനയിലുള്ളത്? എന്തെങ്കിലും കണ്ടെത്താനായോ? വീണ, കോഴിക്കോട് ജില്ലയിൽ മാത്രം 54-ലധികം പേർക്കാണ് ഈ ഒരാഴ്ചക്കിടയിൽ മഞ്ഞപ്പിത്തം വലിയ തോതിൽ വ്യാപിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ ബീച്ചുകളിൽ പരിശോധന നടക്കുന്നത്. അതിൽ പ്രധാനമായും ബീച്ചിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. അതിൽ ഇവിടുത്തെ, അതായത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നതാണ് കോഴിക്കോട്, അല്ലെങ്കിൽ സഞ്ചാരത്തിനായി ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ കോഴിക്കോട് ബീച്ചിലാണ്. ബീച്ചിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ പരിശോധിച്ചിട്ടുണ്ട്. വ്യക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നമുക്ക് അറിയാം ഈ ബീച്ച് പുനർനവീകരണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒക്കെ തന്നെയും ഈ പ്രദേശത്ത് ഈ കടകളൊക്കെ തന്നെയും തീരത്തോട് ചേർന്നാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനു മുകളിലായി ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച തട്ടുകടകളുടെ ഷീറ്റൊക്കെ തന്നെയും പൊളിച്ചു മാറ്റുന്ന ഒരു സമീപനമാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഐസുരന്തി പോലെയുള്ള പാനീയങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഐസുകളൊക്കെ തന്നെയും പരിശോധിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ചില കടകളൊക്കെ അടച്ചുപൂട്ടുവാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത്, അവരൊരു കാർഡ് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനയിൽ വ്യക്തമായ കാര്യങ്ങൾ ഒരു കാർഡ് ഉൾപ്പെടുത്തി നൽകും. ആ കാർഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഇവിടെ കച്ചവടം നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനിക്കുക എന്നത് തന്നെയാണ് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 54 പേർക്കാണ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൽ 5 പേർ ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായൊരു പരിശോധന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ കച്ചവടക്കാരും ആരോഗ്യ വകുപ്പും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും അസ്വാരസ്യങ്ങളൊക്കെ തന്നെയും ഈ പരിശോധനയുടെ ഇടയിൽ ഉണ്ടാവുന്നു. അതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ കച്ചവടക്കാർ പറയുന്നത് അവരുടെ ഉപജീവന മാർഗത്തെ തകർക്കുന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെയും നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മഞ്ഞപ്പിത്ത വ്യാപനം ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഈ ആരോഗ്യ വിഭാഗം പൊടിയിടുവാൻ വേണ്ടിയുള്ള പരിശോധനകൾ നടത്തുന്നത് എന്നൊരു രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം വലിയൊരു രീതിയിൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം നിരവധി ആളുകൾ, ഒന്നാമത് അവധിക്കാലമൊക്കെ ആകുമ്പോൾ വലിയൊരു രീതിയിലുള്ള ആളുകൾ വരുന്നു. ഈ അടുത്ത മഞ്ഞപ്പിത്ത വ്യാപനം വലിയ തോതിൽ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഐസുരന്തി പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും ബീച്ചിൽ നിരോധിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഐസ് അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുകയും കാലപ്പഴക്കം ചെന്ന ഐസുകളൊക്കെ തന്നെയും നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കും ആരോഗ്യ വകുപ്പ് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പരിശോധന നടക്കുമ്പോൾ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവും ഈ കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പരിശോധന തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി ദിസ്ന.